ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു നല്ല അടിപൊളി നാടൻ റെസിപ്പിയുമായിട്ടാണ്. പരിപ്പും മുരിങ്ങക്കായും ചക്കക്കുരുവും കൊണ്ട് തയ്യാറാക്കിയ നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി. എല്ലാ മലയാളികൾക്കും പ്രിയമുള്ള ഈ കറിയുടെ ഇൻഗ്രീഡിയൻസ് വേഗം നോക്കാം. 2 ടേബിൾ സ്പൂൺ തൂർ ദാൽ അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് നന്നായി കഴുകി സോക്ക് ചെയ്ത് വെച്ചതാണിത്. 3 മുരിങ്ങക്കായ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 15 ചക്കക്കുരു രണ്ടായി മുറിച്ചത്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തോളം സാമ്പാർ പുളി, ഇത് 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. 3 തണ്ട് വേപ്പില, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ്, 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവയാണ് ഇൻഗ്രീഡിയൻസ് ആയി വേണ്ടത്. ആദ്യം നമുക്ക് ഒരു കുക്കറിൽ പരിപ്പും മുരിങ്ങക്കായും ചക്കക്കുരുവും വേപ്പിലയും 1 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് വെള്ളവും എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കണം. കുക്കറിന്റെ വിസിൽ കൂടിപ്പോയാൽ മുരിങ്ങക്കായും പരിപ്പും ചക്കക്കുരുവും ഒക്കെ വെന്ത് വല്ലാതെ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഒറ്റ വിസിൽ മാത്രം വരുത്താൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുത്തിട്ട് വരാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ജീരകവും 1/4 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളവും ചേർത്ത് നല്ല ഫൈനായി അരച്ചെടുക്കണം. കുക്കർ ഒരു വിസിൽ വന്ന് പ്രഷറൊക്കെ പോയി തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മുരിങ്ങക്കായും ചക്കക്കുരുവും കറക്റ്റ് വെവായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി നൂറുള്ള ചക്കക്കുരുവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലിൽ തന്നെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. ഒപ്പം 1 ഗ്ലാസ് വെള്ളം കൂടി മിക്സിയിൽ ഒഴിച്ച് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച പുളി ഒറ്റവട്ടം പിഴിഞ്ഞെടുത്ത 1/2 ഗ്ലാസ് പുളിവെള്ളവും കൂടി ഒഴിച്ച ശേഷം എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് ഇത് നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. കറി ഇതുപോലെ നന്നായി തിളച്ചു തുടങ്ങിയാൽ എല്ലാം വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത് 2 മിനിറ്റ് കൂടി തിളപ്പിക്കാം. ഇതുപോലെ നന്നായി തിളച്ചാൽ ഉപ്പും എരിവും പുളിയും ഒക്കെ നോക്കിയ ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എനിക്കെല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് പുളി മാത്രമേ വേണ്ടൂ ഈ കറിക്ക്. പുളി കൂടിപ്പോയാൽ കറി നന്നാകില്ല. കറിയുടെ കൺസിസ്റ്റൻസി കൂടി ഈ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് കൺസിസ്റ്റൻസി കറക്റ്റ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കറി വല്ലാതെ കട്ടിയായാലും വല്ലാതെ ലൂസ് ആയാലും ഈ കറിക്ക് നമ്മൾ പ്രതീക്ഷിച്ച ടേസ്റ്റ് കിട്ടില്ല. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനായി ഒരു തട്ക പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ നാളികേരം കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനാണ്. നാളികേരം കൂടി മൂപ്പിച്ചിട്ടാൽ നമ്മുടെ കറിക്ക് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം. നാളികേരം ഇതുപോലെ ബ്രൗൺ നിറമായി തുടങ്ങിയാൽ ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ഒരു പ്രത്യേക ഭംഗി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കറി എരിവ് കുറവാണെങ്കിൽ ഇതോടൊപ്പം ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം. സ്റ്റവ് ഓഫ് ചെയ്യാതെ പൊടികൾ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുശേഷം കുക്കർ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി ചക്കക്കുരു മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ ഈ കറിയും ഒരു കൊണ്ടാട്ടമുളകും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ വെച്ച ചോറ് തീരുന്ന വഴിയേ അറിയില്ല. അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും സജഷൻസും കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.